ഈ ക്ഷേത്രവും ബ്രഹ്മരഹസ്യം തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആധ്യാത്മികതയാണെന്ന് ഞാൻ പറഞ്ഞു. അതല്ല ബ്രഹ്മം. അത് ബ്രഹ്മത്തിനുള്ള ആദ്യത്തെ പടി. അതുകൊണ്ട് തന്നെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന പോലും ഒരു മനുഷ്യൻ മലർന്ന് കിടക്കുന്ന രീതിയിലാണ്. ശിരസിൻ്റെ ഭാഗം പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഒരു ദേവതയും, നെഞ്ച് ഭാഗം ഈ കഴുത്ത് ഭാഗം പടിയും, നെഞ്ച് മണ്ഡപവും, അതുപോലെ തന്നെ നാഭി അവിടുത്തെ പ്രധാനപ്പെട്ടൊരു പിന്നെ ദേവതാ സങ്കല്പവും, അതുപോലെ തന്നെ മുട്ട് കൊടിമരം തൊട്ട് താഴെ സ്വാധിഷ്ഠാന ഭാഗം മൂലാധാര ഭാഗമായിട്ട് കൊടിമരവും, അതുപോലെ തന്നെ കാൽപാദം ഗേറ്റും അതിൻ്റെ മതിലിൻ്റെ എൻഡും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ വാസ്തു പുരുഷനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഈശാനക്കോണിൽ ശിരസും മൂലാധാരം നമ്മുടെ കന്നിമൂലയിലും വരുന്നുണ്ട്. ആ രീതിയിൽ കിടക്കുന്ന വാസ്തുവിലാണ് പുരുഷനെ ഇങ്ങനെ കിഴക്കോട്ട് കാൽപാദം വെച്ച് ഒരു പുരുഷനെ കിടത്തിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രണ്ടും വാസ്തു പുരുഷനെ സങ്കല്പിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഭൂമി തത്വമാണ്, ഭൗതികം. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിനെ പറഞ്ഞ പോലും ക്ഷേത്രമാണെന്നാണല്ലോ, ക്ഷയിക്കുന്നതിനെ സംരക്ഷിക്കുന്ന സ്ഥലം എന്നാണല്ലോ. ക്ഷയിക്കുന്നത് എന്താണെന്ന് ചോദ്യം ഉണ്ടാവണേ. ക്ഷയിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പലരും പറയും ആത്മീയതയുടെ ക്ഷയത്തെ മാറ്റാനാണ് എന്നായിരിക്കും. എന്നല്ല. കാരണം വെച്ചാൽ അവിടെ ഒരു മനുഷ്യൻ്റെ ആകൃതിയിലാണ്, രൂപത്തിനെ നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ രൂപത്തിനാണ് നിർമ്മിച്ചത്. ആത്മീയതയ്ക്ക് രൂപമില്ല, മനുഷ്യൻ്റെ രൂപത്തെ നിർമ്മിച്ചിരിക്കുകയാണ്. അവിടെ നട്ടലാണ് കൊടിമരമായിട്ടിരിക്കും. ഈ കശേരികളുടെ പോലും നട്ടലിലെ കശേരികളുടെ എണ്ണം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ തിരിച്ചിങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ ആ കറക്റ്റ് ഇതവിടെ ഈ തേടൈ ഭാഗത്ത് വിഗ്രഹത്തിൻ്റെ കാൽപാദത്തിൽ അതിൻ്റെ എൻഡ് വന്ന് മുട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നട്ടലാണ് നൂത്ത് വെച്ചാൽ കൊടിമരം എന്നുള്ളത്. അപ്പോൾ അതിൽ ഉയരുന്ന കൊടിയാണ് കുണ്ടലിനി ശക്തി. അപ്പം ഈ പറഞ്ഞ 12 മാസം കൂടുമ്പോൾ കുണ്ടലിനി ഉണരുക എന്നുള്ളത് ഡെയിലി ഉണർത്തുക, യോഗം ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു ദിവസം അവരുടെ ഈ എനർജി മണ്ടത്തെ ഒരു ദിവസം എന്നുള്ളത് നമ്മുടെ 12 മാസമാണ്. അപ്പം ദിവസേന കുണ്ടലിനി ഉണരുന്ന രീതി, ദിവസേന ചെയ്യുന്ന തത്വം അവിടെ 12 മാസമായിട്ട് വെച്ചിരിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള അവിടെ ഉപയോഗിക്കുന്ന ശാസ്ത്രശാഖ തന്ത്രശാസ്ത്രമാണ്. അപ്പോൾ തന്ത്രശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ പേര് തനുത്രാണ എന്നാണ്. തനു എന്ന് പറഞ്ഞാൽ ശരീരം, ത്രാണ എന്ന് സംരക്ഷിക്കും. തനുവിൻ്റെ തായും ത്രാണയുടെ തായും. അപ്പോൾ തന്ത്ര ആ ശാസ്ത്രമാണ്. അപ്പോൾ ശരീരശാസ്ത്രം. അപ്പം ആത്മീയ ശാസ്ത്രമല്ല, ശരീരശാസ്ത്രത്തിൽ ഭൗതിക ആഗ്രഹങ്ങൾ നേടുക എന്നുള്ളതാണ് ആവശ്യങ്ങൾ. നമ്മുടെ സനാതന ധർമ്മത്തിൽ ആധ്യാത്മികതയിൽ നിന്നുകൊണ്ട് ആഗ്രഹ പൂർത്തീകരിക്കുക എന്നുള്ള ക്ഷേത്രത്തിൻ്റെ ലക്ഷ്യം. അത് ശ്വാസത്തിലാണ്, പ്രാണനിലാണ്. പ്രാണൻ്റെ ബാഹ്യമായിട്ടുള്ള ശ്വാസത്തിലാണ് അന്തർലീനമായി. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് പെടും. ഇത് ഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗ്രഹപ്പിഴ ദോഷപരിഹാരം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ക്ഷേത്രത്തിൽ കഴിക്കുന്ന വഴിപാടുകൾ എന്താണ്? ഭൗതിക ആവശ്യങ്ങളല്ലേ. ആ കൊടുത്തിയ രൂപത്തിലെന്ന് വിശേഷ ഗ്രാഹിയേ വിഗ്രഹം എന്നല്ലേ, വിഗ്രഹത്തെ ഗ്രഹിക്കാനല്ലേ പറയുന്നത്. അവിടെ കണ്ണുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ? നിൻ്റെ ആഗ്രഹത്തെ ഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ സൂക്ഷ്മതയോടെ ഇരുന്നു കൊണ്ട് നീ പ്രാണായാമം അവിടെ ചെറുതായിട്ട് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ നിൻ്റെ ആഗ്രഹം അവിടെ മാനിഫെസ്റ്റ് ആവും എന്നാണ്. അപ്പോൾ ശരീരശാസ്ത്രം, ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, ശരീരതത്വത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, അതാണ് അവിടെ ആവശ്യം. ഇതും ബ്രഹ്മവുമായിട്ട് എന്താണ് കണക്ട് ചെയ്യുന്നത്? ആധ്യാത്മികതയാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇതിലെ തത്വം പോലും രാവിലെ റെക്കോർഡ് ഇടുന്നത് പോലും അത് രഹസ്യ തത്വങ്ങളുണ്ട്. ആ റെക്കോർഡ് വേണ്ട എന്ന് പറയുന്നത് റെക്കോർഡ് ഇടുന്ന പോലും തത്വമാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പോയെന്ന് കരുതിക്കോ, ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു റെക്കോർഡ് കേട്ട്, ഒരു സുപ്രഭാതം കേട്ടു. അപ്പം നിങ്ങൾ ചിന്തിക്കും ഇത് എവിടെ നിന്നാണ്? അപ്പം നിങ്ങൾ കേട്ടത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നല്ല, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയപ്പോഴാണ് ആദ്യമായിട്ട് അത് കേട്ടത്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന എവിടെ നിന്നാണ് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കേൾക്കുന്നിടത്തേക്ക് നിങ്ങൾക്കൊന്ന് പോകണമെന്ന് തോന്നിയാലോ? നിങ്ങൾ എന്തിനെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും പോവുക? ആദ്യമായി കേട്ട, ഇതിനു മുമ്പ് പോലും നിങ്ങൾ വീട്ടിൻ്റെ പരിസരത്ത് കേൾക്കാത്ത പുതിയൊരു ശബ്ദമാണ് ആ ഒരു സുപ്രഭാതം. അതിനെ കേട്ടുകൊണ്ട് അതിന് ലക്ഷ്യമാക്കി നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്തായിരിക്കും? നിങ്ങൾ ചെന്നെത്തും തോറും അടുക്കും തോറും അതിൻ്റെ ശബ്ദം കൂടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ സുപ്രഭാതത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. കൂടുതൽ അടുത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ക്ഷേത്രം കാണാൻ പറ്റും. ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചാലോ പ്രഭ കാണാൻ പറ്റും, ജ്യോതി കാണാൻ പറ്റും. ഈ തത്വമാണ്, ബ്രഹ്മതത്വമാണ് ഇവിടെ ക്ഷേത്രാണയിലും കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മതത്വത്തിൽ ഇരുന്നു കൊണ്ട് ഭൗതിക ആഗ്രഹങ്ങൾ നേടുന്ന സിസ്റ്റം ഇത് തന്നെയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ക്ഷേത്രവും ദേവതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു തത്വം, ഇതേ തത്വം തന്നെയാണ് യോഗവിദ്യയിലെ രഹസ്യവും പരമരഹസ്യവും. ഇത് അവനവൻ തന്നെ ഉള്ളിൽ അറിയുന്ന കാര്യമാണ്. ആ രഹസ്യത്തിലൂടെ പോയി സഞ്ചരിച്ച് അവൻ യഥാർത്ഥ ജ്യോതിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ജ്യോതിയിൽ ലയിച്ച് അവൻ ബ്രഹ്മമായി മാറുകയാണ്. ഈ തത്വമാണ് ഈ ക്ഷേത്രവും ബ്രഹ്മതത്വവും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്.